ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് നമുക്കൊരു കട്ട്ലേറ്റ് ഉണ്ടാക്കാം. നോമ്പ് തുറക്കുമ്പോൾ ഒരു റഷ്യൻ കട്ട്ലേറ്റാണ്. നമ്മൾ സാധാരണ കട്ട്ലേറ്റ് പോലെയല്ല, വേറെ ഒരു വെറൈറ്റി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ റെസിപ്പി നമുക്ക് നോക്കിയിട്ട് വന്നാലോ. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു 1/2 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പും അതുപോലെ കുരുമുളക് പൊടിയും, ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിക്കുക. വെള്ളം ഒഴിച്ചതിന് ശേഷം ഒരു 1/2 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് വെള്ളം ഒഴിക്കുക. ഞാനിപ്പോൾ ഒരു 1/2 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത്ര വെള്ളത്തിൻ്റെ ആവശ്യമില്ല ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ ചിക്കനിൽ നിന്ന് കുറച്ച് വെള്ളം ഇറങ്ങി വരും. അപ്പോൾ ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. എന്നിട്ട് നമുക്ക് പ്രഷർ കുക്കറിൽ വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഒരു 2 വിസിൽ വന്നാൽ ചിക്കൻ വെന്തിട്ടുണ്ടാകും. കണ്ടില്ല, ഇപ്പോൾ വെള്ളം നല്ല കൂടുതലാണ്. അപ്പോൾ ആ വെള്ളം അതിൽ തന്നെ ഞാൻ വറ്റിച്ചെടുക്കുകയാണ്. വെള്ളം ഊറ്റി കളയണില്ല കേട്ടോ. ആ വെള്ളം വറ്റിച്ചെടുത്തതിന് ശേഷം കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾ വെള്ളം ഒഴിക്കുമ്പോൾ കുറച്ച് വെള്ളം ചേർത്താൽ മതി. ഇതേപ്പോൾ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിയിട്ടുണ്ട്. നമുക്ക് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. നമുക്കൊരു വൈറ്റ് സോസ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂൺ ബട്ടർ ഒരു പാനിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് വെളുത്തുള്ളി ഉണ്ടല്ലോ, ചെറുതാക്കി അരിഞ്ഞ് വെളുത്തുള്ളി 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുക. ആ വെളുത്തുള്ളി നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് വരട്ടെ. ആ മൊരിഞ്ഞ് വരുന്ന സമയത്ത് നമുക്കതിലേക്ക് 2 ടേബിൾ സ്പൂൺ മൈദപ്പൊടി ചേർത്ത് കൊടുക്കണം. ആ മൈദപ്പൊടിയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുമ്പോൾ നമുക്ക് 1 കപ്പ് പാലെടുത്ത് വെക്കാം, ഫ്രഷ് മിൽക്ക്. അതെടുത്ത് വെച്ചതിന് ശേഷം കുറേശ്ശായിട്ട് പാൽ ഒഴിച്ചു കൊടുക്കുക. ഒന്നായിട്ട് ഒഴിച്ച് കൊടുക്കരുത്, അപ്പോൾ ചിലപ്പോൾ കട്ട കെട്ടാൻ സാധ്യതയുണ്ട്. തീയൊന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതിങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കുറേശ്ശായിട്ട് പാൽ ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് കുറുക്കി തിക്കാക്കി എടുക്കണം. നമ്മൾ ഈ വൈറ്റ് സോസ് ഒന്ന് തിക്കാക്കി എടുക്കണം. നമ്മൾ സാധാരണ ഉണ്ടാക്കണ പോലെ തന്നെയാണ്, പക്ഷേ നമ്മളതൊന്ന് തിക്കാക്കി എടുക്കണം, ഒന്ന് വറ്റിച്ചെടുക്കണം. പാലൊക്കെ നന്നായിട്ട് വറ്റിച്ചെടുക്കണം. അപ്പോൾ കുറേശ്ശെ പാലായിട്ട് ഫുള്ളായിട്ട് ഒഴിച്ചെടുക്കുക. ഒഴിച്ചെടുത്തതിന് ശേഷം ഫുള്ളായിട്ടൊന്ന് തിക്കാക്കി എടുക്കുക. പിന്നെ നമുക്ക് ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും പിന്നെ അതുപോലെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ. ഉപ്പ് ഒരു കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ കുരുമുളക് പൊടി ഒരു 1/2 ടീസ്പൂണും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് തിക്കാക്കി മാറ്റിയെടുക്കുക. കണ്ടില്ലേ, ഇപ്പോൾ ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കതൊരു വേറെ പ്ലേറ്റിലേക്ക് മാറ്റി വെച്ച് കൊടുക്കുക, ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ച് കൊടുക്കുക. ഇനി നമുക്കൊരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് ഇപ്പോൾ ഒരു 3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാനൊരു 3 ചെറിയ ഉള്ളിയാണ് കേട്ടോ, അത് ചെറുതാക്കി അരിഞ്ഞതാണ്. അത് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് വഴറ്റി കൊടുക്കുക. ഒന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം നമുക്കതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ് 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കണം. നന്നായിട്ട് വഴന്ന് കിട്ടേണ്ട ആവശ്യമൊന്നുമില്ല, ചെറുതായിട്ടൊന്ന് വാടി കിട്ടിയാൽ മതി. ആ സമയത്ത് ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ് 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുക. അതൊന്ന് ചെറുതായിട്ട് അതിൻ്റെ പച്ചമുളകൊക്കെ ഒന്ന് മാറി വന്നാൽ നമുക്കതിൽ ക്യാരറ്റ് ചേർത്ത് കൊടുക്കണം. ചെറുതാക്കി അരിഞ്ഞ ക്യാരറ്റാണ്, അത് 1 കപ്പ് വരും. പിന്നെ അതുപോലെ ബീൻസ് ചെറുതാക്കി അരിഞ്ഞത്, അതും ഏകദേശം 1 കപ്പ് വരും. അതും കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനിയിപ്പോൾ ഈ ക്യാരറ്റും ബീൻസൊക്കെ ഒന്ന് വെന്ത് കിട്ടണം. ഒന്ന് അടച്ച് വെച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. ഇനി നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മുടെ ചിക്കൻ മാഗി ക്യൂബ് ഉണ്ടല്ലോ, ചിക്കൻ മാഗി ക്യൂബ് ചേർത്ത് കൊടുക്കണം. പിന്നെ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കണം. ഞാനിപ്പോൾ ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ വെജിറ്റബിൾസ് ഒന്നും വെന്തിട്ടില്ല, ഒന്ന് അടച്ച് വെച്ചിട്ട് വേവിക്കാം കേട്ടോ. അതിന് മുന്നായിട്ട് നമുക്ക് ഒരു പീസ് മാഗി ക്യൂബ്, ചിക്കൻ്റെ മാഗി ക്യൂബ് ചേർത്ത് കൊടുക്കാം. ഇത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെന്നില്ലെങ്കിൽ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ഇത് ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു കൂടുതൽ ടേസ്റ്റ് ആയിട്ട് തോന്നിട്ട് നമുക്ക്. പിന്നെ അതുപോലെ നമ്മുടെ ക്യാപ്സിക്കം, ഞാനിപ്പോൾ ഒരു ക്യാപ്സിക്കം ഫുള്ളായിട്ട് തന്നെ എടുത്തിട്ടുണ്ട്. അരിഞ്ഞ് വരുമ്പോൾ 1 കപ്പ് അളവ് വരും കേട്ടോ. ആ ക്യാപ്സിക്കം കൂടെ ചേർത്ത് കൊടുക്കുക. അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് ചെയ്തെടുത്തിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കുക. അതിന് ശേഷം നമുക്കതിലേക്ക് നമ്മൾ ചിക്കൻ വേവിച്ച് വെച്ചിട്ടുണ്ടല്ലോ, അത് നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കുക. അതിൻ്റെ എല്ലൊക്കെ മാറ്റിയിട്ട് കൈകൊണ്ട് തന്നെ ഒന്ന് പിച്ചെടുത്താൽ മതി കേട്ടോ. മിക്സിയിൽ ഇട്ടിട്ട് ഗ്രേറ്റ് ചെയ്തെടുക്കണ്ട, കൈകൊണ്ട് തന്നെ പിച്ചെടുത്താൽ മതി. അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഈ സമയത്ത് നമ്മൾ ഒരു 3 പൊട്ടറ്റോ ഒന്ന് പിന്നെ പുഴുങ്ങിയിട്ട് ഒന്ന് പൊടിച്ച് വെക്കണം കേട്ടോ. അത് ആദ്യം തന്നെ ചെയ്ത് വെച്ച് കൊടുത്താൽ മതി. ഇനി നമുക്ക് അതിലേക്ക് നമ്മൾ ആദ്യം റെഡിയാക്കി വെച്ചിട്ടുള്ള വൈറ്റ് സോസ് ഉണ്ടല്ലോ, ആ വൈറ്റ് സോസ് നന്നായിട്ട് കട്ടായിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു രീതിയിലാവണം വൈറ്റ് സോസ് കേട്ടോ. എന്നിട്ട് അത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ കൂട്ടിൽ വെച്ചിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. വൈറ്റ് സോസ് നമ്മൾ ലൂസായിട്ട് എടുക്കുമ്പോൾ നമുക്ക് കട്ട്ലേറ്റിൻ്റെ ഷേപ്പിലാക്കി കിട്ടാൻ വേണ്ടിയിട്ട് ബുദ്ധിമുട്ടാവും. പിന്നെ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുമ്പോഴൊക്കെ അത് പൊട്ടിപ്പോവാനുള്ള സാധ്യത ഉണ്ട്. അതുകൊണ്ടാണ് ഈ രീതിയിലാക്കി എടുക്കുന്നത്. എന്നിട്ട് നമുക്കൊരു കൈപ്പിടി നിറയെ മല്ലിയില ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ പൊട്ടറ്റോ റെഡിയാക്കി വെച്ചിട്ടുണ്ടല്ലോ, പൊട്ടറ്റോ പുഴുങ്ങിയിട്ട് പൊടിച്ച് വെച്ചിട്ടുണ്ടല്ലോ, അതും കൂടെ അവസാനം ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് എന്തെങ്കിലും വെള്ളത്തിൻ്റെ ഒരു അംശം ഉണ്ടെന്നുണ്ടെങ്കിൽ നന്നായിട്ട് കുറച്ച് സമയം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. തീ ഓഫ് ചെയ്യാണ്ട് തന്നെ കുറച്ചധികം സമയം മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കത് ചൂടാറാൻ വേണ്ടിയിട്ട് വേറെ പ്ലേറ്റിലേക്ക് മാറ്റി വെച്ച് കൊടുക്കുക. പൊട്ടറ്റോയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ സമയത്ത് അതിൽ ഉപ്പൊക്കെ ഉണ്ടോ എന്നുള്ളത് നിങ്ങൾ നോക്കണം. നമ്മൾ ഓൾറെഡി ചിക്കൻ ക്യൂബ് ചേർത്തത് കൊണ്ട് നമുക്ക് ചിലപ്പോൾ ഉപ്പിൻ്റെ കുറവധികം ഉണ്ടാവില്ല. ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി, അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഉപ്പ് കൂടി പോകട്ടെ. ഇപ്പം എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ
അപ്പോൾ അതൊരു വലിയ പ്ലേറ്റിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ട് അത് ചൂടാറണം. ചൂടാറിയതിന് ശേഷം വേണം നമുക്കത് ഷേപ്പ് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ സാധാരണ കട്ട്ലേറ്റിൻ്റെ ഒരു ഷേപ്പിൽ തന്നെ ആക്കിയെടുക്കുക. അപ്പോൾ നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട്. രണ്ട് കയ്യിലും കുറച്ച് എണ്ണ തടവിയതിന് ശേഷം നമുക്ക് കട്ട്ലേറ്റിൻ്റെ ഷേപ്പിൽ എല്ലാതും ആക്കിയെടുക്കുക. നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള എല്ലാ മാവും നമുക്ക് റെഡിയാക്കി എടുക്കാം. കണ്ടില്ലേ, ഈ ഒരു ഷേപ്പിലാണ് ഞാൻ റെഡിയാക്കി എടുത്തിട്ടുള്ളത്. ഇനി അത് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെച്ചെടുക്കുക. എല്ലാതും ഇതേ സെയിം ആയിട്ട് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാം. ഞാൻ എല്ലാതും റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ഒരു കൂട്ട് റെഡിയാക്കണം. അതിന് വേണ്ടിയിട്ടൊരു 1/2 കപ്പ് മൈദപ്പൊടിയും 1/2 കപ്പ് കോൺഫ്ലോറും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അതിലേക്ക് നമുക്കൊരു 1/2 ടീസ്പൂണ് ഉപ്പും പിന്നെ അതുപോലെ ഒരു 1/2 ടീസ്പൂണ് പെപ്പർ പൗഡറും കൂടെ ചേർത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കൊന്ന് ബാറ്റർ റെഡിയാക്കി എടുക്കാം. ഇതിൽ മുക്കിയിട്ടാണ് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്നത്. നമ്മൾ സാധാരണ കട്ട്ലേറ്റിലേക്കൊക്കെ ചെയ്യുന്നത് പോലെ തന്നെ കട്ട്ലേറ്റിലേക്ക് നമ്മൾ എഗ്ഗ് ചേർക്കും. ഇതിലേക്ക് എഗ്ഗ് ചേർക്കേണ്ട ആവശ്യമില്ല. പിന്നെ അതുപോലെ ബ്രെഡ് ക്രംസിന് പകരം നമ്മൾ ചേർക്കുന്നത് സേമിയയാണ്. സേമിയയിൽ മുക്കിയിട്ടാണ് ഇത് ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. അപ്പം ഉള്ളിൽ നല്ല സോഫ്റ്റും പുറത്ത് നല്ല കരികരിപ്പായിട്ട് നല്ല അടിപൊളിയായിട്ട് കിട്ടും. സേമിയ എടുക്കുമ്പോൾ നമ്മൾ ചെറിയ സേമിയ കിട്ടില്ലേ, ആ ചെറിയ സേമിയാണ് എടുക്കേണ്ടത് കേട്ടോ. നിങ്ങൾക്ക് സേമിയയുടെ ടേസ്റ്റ് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ ബ്രെഡ് ക്രംസിൽ മുക്കിയിട്ട് പൊരിക്കുക, കുഴപ്പമില്ല. പക്ഷേ ഈ റഷ്യൻ കട്ട്ലേറ്റിന് നമ്മൾ സാധാരണ ഈ സേമിയാണ് എടുക്കുക. നമുക്ക് ഓരോ പീസ് എടുത്തതിന് ശേഷം ആദ്യം നമ്മുടെ മൈദയുടെ കൂട്ടിൽ മുക്കിയതിന് ശേഷം നമ്മുടെ സേമിയയുടെ കൂട്ടിലൊന്ന് റോൾ ചെയ്തെടുക്കുക. അതുപോലെ എല്ലാതും നമുക്ക് ചെയ്തെടുക്കുക. എല്ലാതും ചെയ്ത് എടുത്തതിന് ശേഷം നമുക്ക് നല്ല ചൂടായ എണ്ണയിലിട്ടിട്ട് ഫ്രൈ ചെയ്തിട്ട് കോരാം. സേമിയയിൽ മുക്കിയിട്ട് എല്ലാ ഭാഗത്തും സേമിയ ആക്കി കൊടുക്കണം കേട്ടോ. മറ്റേ കൈ കൊണ്ട് ചെയ്ത് കൊടുത്താൽ മതി. ഒരു കയ്യിൽ നമുക്ക് മൈദപ്പൊടി മുക്കുമ്പോഴേ നനവുണ്ടാവും. അപ്പോൾ മറ്റേ കൈ കൊണ്ട് റെഡിയാക്കി എടുത്താൽ മതി. ഇതുപോലെ നമുക്ക് ഫുള്ളായിട്ടുള്ള കട്ട്ലേറ്റുകളും ചെയ്തെടുക്കാം. കണ്ടില്ലേ, അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഫുള്ളായിട്ട് നമ്മൾ ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് നല്ല ചൂടായിട്ടുള്ള ഓയിലിട്ടിട്ട് പൊരിച്ചെടുക്കാം. ഓയിൽ എടുത്താൽ മതി, വെളിച്ചെണ്ണ എടുക്കണ്ട കേട്ടോ. നല്ല ഓയിൽ നന്നായി ചൂടായിട്ടുണ്ട്. നമുക്ക് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ പൊരിച്ചെടുക്കാം കേട്ടോ. ലോ ഫ്ലെയിമിലൊന്നും വെക്കാൻ നിൽക്കണ്ട. പൊട്ടിപ്പോവൊന്നുമില്ല, നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടും. ഒരു ഭാഗം മൊരിഞ്ഞാൽ മറ്റേ ഭാഗം കൂടി മൊരിച്ചെടുക്കുക. എല്ലാം വെന്തിട്ടുള്ളതാണല്ലോ. നമ്മൾ സേമിയ ഒന്ന് ക്രിസ്പിയായി കിട്ടിയാൽ മതി. വേറെ നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് പൊരിച്ചെടുക്കാൻ പറ്റും. അതുകൊണ്ട് ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് എല്ലാതും പൊരിച്ചെടുക്കാം നമുക്ക്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇപ്രാവശ്യത്തെ നോമ്പിന് ഏതെങ്കിലും ഒരു ദിവസം ഈ റഷ്യൻ കട്ട്ലേറ്റ് ഒന്ന് തയ്യാറാക്കി നോക്കണം കേട്ടോ. നമ്മൾ സാധാരണ കട്ട്ലേറ്റ് പോലെയല്ല, അതിനേക്കാളും ഒരു വെറൈറ്റി ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. പിന്നെ അതുപോലെ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറന്നു പോകരുത്. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ നന്നായിട്ട് രണ്ട് ഭാഗവും മൊരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. നമുക്കത് ഒരു വേറെ പ്ലേറ്റിലേക്ക് മാറ്റി വെച്ച് കൊടുക്കാം. എണ്ണൊന്നും കുടിക്കില്ല, നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടുകയും ചെയ്യും കേട്ടോ. നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കത് വേറെ പ്ലേറ്റിലേക്ക് മാറ്റി വെച്ച് കൊടുക്കാം. ബാക്കിയുള്ളത് എല്ലാതും ഇതുപോലെ തന്നെ ഫുള്ളായിട്ട് നമുക്ക് പൊരിച്ചെടുത്തിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതപ്പോൾ ഫുള്ളായിട്ട് പൊരിച്ചെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, കാണാൻ തന്നെ നല്ല ഭംഗിയാണ്, കഴിക്കാനും അടിപൊളി ടേസ്റ്റാണ്. അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ പിന്നെ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഇരിക്കും. ഞാൻ ഒരെണ്ണം പൊട്ടിച്ചിട്ട് കാണിച്ചാൽ ഇപ്പം എന്തായാലും കഴിക്കാൻ പറ്റില്ലല്ലോ, നോമ്പുള്ള സമയമായതുകൊണ്ട്. നോമ്പ് പറഞ്ഞതിന് ശേഷം കഴിച്ചിട്ടുണ്ടായിരുന്നു. നല്ല അടിപൊളി ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യണം. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ. കാരണം അതിൻ്റെ ഉൾഭാഗം കണ്ടില്ലേ, വൈറ്റ് സോസൊക്കെ ചേർത്തുകൊണ്ട് നല്ല അടിപൊളി ടേസ്റ്റിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. ഇനി പുതിയൊരു റെസിപ്പി ആയിട്ട് വരാം. താങ്ക്